അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൂടെ ഉംറക്ക് പോവുകയാണ് എന്ന് ഒരിക്കലും മനാഫ് അറിയുന്നില്ല. ഉസ്താദ് ഉംറക്ക് പോയാലും നൂർ ഫാത്തിമയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നതാണ് അയാൾ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഉസ്താദിനറിയാമായിരുന്നു, ഇനിയൊരിക്കലും എൻ്റെ നൂർ ഫാത്തിമയെ തനിച്ച് ഞാനാക്കില്ല. എൻ്റെ ഉപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എങ്ങോട്ട് പോകുകയാണെങ്കിലും എൻ്റെ നൂർ ഫാത്തിമയെ കൂടെ കൊണ്ടുപോകും. അതാണതിൻ്റെ സേഫ്റ്റി. അതെ, അവളെ കൊത്തിപ്പറിക്കാൻ, അവളെ റാഞ്ചിയെടുക്കാൻ ആരേക്കെയോ കാത്തു നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉസ്താദിനിതാ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ വിചാരിച്ചു, ഇല്ല, ഒരിക്കലും നാഫി മോനെ അവളെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ, എന്താ ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം, എന്താണെന്നറിയില്ല. സുൽഫത്തുമ്മ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. സുൽഫത്തുമ്മ നാഫി ഉസ്താദിനോട് പറഞ്ഞു, മോനെ നാഫി, അതല്ല നൂർമോളെ ഈ ഒരു സമയത്ത് കൊണ്ടുപോകണോ? നീ 15 ദിവസം കൊണ്ട് തിരിച്ചെത്തൂലേ, പിന്നെ ഇപ്പം എന്തിനാ? ഉമ്മ, അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ, അതായിരിക്കും എപ്പോഴും സേഫ്റ്റി. അള്ളാഹു എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചതാണ് അവളെ. അപ്പോൾ അവളെ തനിച്ചാക്കി പോകുന്നത് ഒട്ടും ശരിയല്ല. എത്ര റിസ്ക് ആണെങ്കിലും അവൾ എൻ്റെ കൂടെ പോന്നോട്ടെ. മോനെ, എന്തൊക്കെയാണ് നിൻ്റെ മനസ്സിലുണ്ടല്ലോ? എന്തൊക്കെയാണ് അത്? നീ എന്തൊക്കെയോ ഭയക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നൂർ ഫാത്തിമയ്ക്ക് വല്ലതും സംഭവിക്കും എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? മോനെ, എൻ്റെ അടുത്താകുമ്പോൾ അവൾ സേഫ്റ്റി ആയിരിക്കും. ഉമ്മ, അത് ഉമ്മാക്ക് അവളുടെ കാര്യം മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. ഉപ്പയുണ്ടല്ലോ, ഉപ്പയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഉപ്പ എണീറ്റ് നടക്കുന്നുണ്ട് എങ്കിലും പഴയ രീതിയിലേക്ക് ഉപ്പ എത്തിയിട്ടില്ല. അതെ, ഒരുപാട് വ്യാജമരുന്നുകൾ അവർ നൽകി ഉപ്പയെ ആകെ അവശനാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലിയറായി കിട്ടാൻ അല്പം സമയം പിടിക്കും. അതുവരെയും ഉപ്പയെ ഉമ്മ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറ കഴിഞ്ഞ് തിരിച്ചെത്തും, നൂർ ഫാത്തിമയെയും കൂട്ടി. മോനെ, ഞാൻ ഭയക്കുന്നത് അവളെ കണ്ടാൽ ഇനി അറബിയുമ്മ വിടില്ലേ എന്നാണ്. ഉമ്മ, ഹേയ്, ഒരിക്കലുമില്ല, ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അറേബ്യയാണ്. അവൾ പറയുന്നത് അവിടെയാകുമ്പോൾ നല്ല സേഫ്റ്റിയാണ്, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ്. മോനെ, ആരെ പേടിക്കുന്ന കാര്യമാണ് അവൾ പറയുന്നത്? എന്താണെന്നറിയില്ല, അവളൊന്നും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് പറയാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഉമ്മ വിചാരിച്ചു, നൂർ ഫാത്തിമ അത്ര പൊട്ടത്തിയൊന്നുമല്ല, കുറച്ചൊക്കെ അവൾ ആലോചിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, അതിനനുസരിച്ച് അവൾ പ്രവർത്തിക്കുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ. പിറ്റേന്ന് പുലർച്ചെയാണ് അവർ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഉസ്താദിൻ്റെ ടീംസൊക്കെ കരിപ്പൂരിലേക്ക് അങ്ങോട്ടെത്തും. ഇവിടെ നിന്ന് നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൂടെ പുറപ്പെടും. നൂർ ഫാത്തിമ തൻ്റെ അടുക്കൽ നിന്ന് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ശരിക്കും ഉമ്മാക്ക് അത് നല്ല വിഷമമുണ്ട്, ഉപ്പാക്കും തന്നെ. നൂർ ഫാത്തിമ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, നാളെ പുലർച്ചെ ഞങ്ങൾ പുറപ്പെടും കേട്ടോ, ഇൻഷാ അല്ലാ വന്നിട്ട് കാണാം. അത് കേട്ടപ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറയുകയാണുണ്ടായത്. നൂർ ഫാത്തിമ ഉപ്പയോട് അത് പറഞ്ഞു പോയതിനു ശേഷം ഉപ്പ ഉമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്, സുൽഫത്തെ, നൂർമോള് നമ്മളെ വീടിൻ്റെ വിളക്ക് പോലെയാണ്. എന്താ അറിയില്ല, അവളുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിക്ക്. അവൾ പോയി കഴിഞ്ഞാൽ ഇക്ക, അത് സാരല്ല, അവർ 15 ദിവസത്തിന് പോവല്ലേ, നമുക്ക് മോളില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പം നൂർ ഫാത്തിമ നമ്മളെ മോളെ പോലെ തന്നെയല്ലേ? അതേടി, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ അതൊരു ബർക്കത്ത് തന്നെയാണ്. അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സൊക്കെ ഇടങ്ങാറാണ്. ആ പെണ്ണ് വന്ന് കയറിയതിന് ശേഷം എന്താ അറിയില്ല, മനസ്സൊക്കെ വല്ലാത്തൊരു സുഖം, ഒരു സന്തോഷമൊക്കെയാണ്, ബർക്കത്തുണ്ടാവും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടുതലുണ്ടാകൽ പെൺകുട്ടികളുള്ള വീട്ടിലാണ് എന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ടായിരിക്കും ആ കുട്ടി വന്ന് കയറിയാൽ എല്ലാം കൊണ്ടും നല്ലൊരു സമാധാനവും ഒരു സുഖവും സന്തോഷമൊക്കെയാണ്. ഇക്ക, ശരിയാണ്, എനിക്കും തോന്നിക്കണം കേട്ടോ. അവളുണ്ടാവുമ്പോഴേ നല്ലൊരു വീട്ടിൽ കുറേ ആളുകളുള്ളത് പോലെയൊക്കെ തോന്നും. അവളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടങ്ങോട്ട് നിശബ്ദമാകും. ഒരുപാട് അവളെ സംസാരിച്ചിട്ടും ഒന്നുമല്ല എങ്കിലും എന്താ അറിയില്ല, അവളുടെ ഒരു സാന്നിധ്യം അവളുണ്ടാകുമ്പോഴേ വീട്ടിൽ തന്നെ ഒരു നല്ലൊരു സമാധാനമാണ്. എന്താ അറിയില്ല, അതന്നെയാണെടി. അതെ, പെൺകുട്ടികളുള്ള വീട് ബർക്കത്താന്ന് പറയില്ലേ, അതന്നെയാണ്, വേറൊന്നുമല്ല. പോയിക്കോട്ടെ, ഞാൻ എൻ്റെ കുട്ടിനോട് പറഞ്ഞേക്കണ്
ഓളെ നല്ലോണം നോക്കണേ എന്നുള്ളത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? നമ്മളെ മോനെ ഓളെ നല്ലോണം നോക്കലില്ലേ? ആണ്, നോക്കായിട്ടൊന്നല്ല. പക്ഷേ എപ്പോഴും അവൻ്റെ ഒരു കൈബലം അവളിലുണ്ടാവുന്നത് നല്ലതാണ് എന്നെനിക്കൊരു തോന്നൽ. എന്നാലുക്ക എന്തോ ഒന്നുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട്. അല്ലേ, ആണുങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണത് ഏതൊരു പെണ്ണിനും നല്ലതല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കണം, അത് തന്നെയാണ് നല്ലത്. അല്ലാതെ കുറേ പ്രവാസ ലോകത്തും കുറേ അവിടെയും ഇവിടെയൊക്കെ പോയി ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനോട്, മോനെ നൂർമോളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അവൾക്ക് യാതൊരു വിഷമം ഉണ്ടാവാൻ പാടില്ലാതെ. ഇക്ക, ആ കാര്യത്തിൽ എനിക്കും അങ്ങനെ തന്നെയാണ്. നാഫി ഇല്ലാത്ത സമയം നൂർ ഫാത്തിമ തനിച്ചിവിടെ ആവുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനാണത്. കാരണം എനിക്ക് തോന്നും നാഫി ഇല്ലാറ്റ് അവൾക്ക് ഭയങ്കര വിഷമമുണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. പിന്നെ ആ കുട്ടിയുടെ പെരുമാറ്റം കാര്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സുഖമാണ്. എന്താ അറിയില്ല, പൊയ്ക്കോട്ടെ അവർ. നമ്മൾക്ക് വിഷമമുണ്ടായാലും അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. അതെ സുൽഫത്തെ, അവർ ജീവിക്കട്ടെ, അവരതല്ല പ്രായം. പഠിച്ചോനെ, ആ കുഞ്ഞിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ആ രാത്രി ഉംറയ്ക്ക് പോകുവാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഉസ്താദും നൂർ ഫാത്തിമയും. പിറ്റേന്ന് പുലർച്ചെ സുബഹിന് ശേഷം അതാ അവർ നേരെ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നൂർ ഫാത്തിമ തലേന്നെടുത്ത ആ ഒരു ബ്ലാക്ക് പർദ്ദ ഇട്ടപ്പോൾ ഒന്നുകൂടി മനോഹരിയായി ഉസ്താദിന് തോന്നി. ആ ഹിജാബ് ഉസ്താദത അവൾക്ക് കെട്ടിക്കൊടുക്കുന്നു. എൻ്റെ നൂർമോളെ, നീ പിന്നെയും വളരെയധികം സുന്ദരിയായിരിക്കുന്നു കേട്ടോ. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൻ്റെ അടുക്കാണല്ലോ പോകുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നൂർമോളെ നീ പ്രത്യേകം ദുആ ചെയ്യണം നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ കേട്ടോ. പലതും പറഞ്ഞ് പേടിപ്പിച്ചതല്ലേ. നാഫിക്ക, നിങ്ങളെന്താ വിചാരിക്കുന്നത്? എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയും ഇല്ല കേട്ടോ. പടച്ച റബ്ബുണ്ട് എൻ്റെ കൂടെ എല്ലാത്തിനും. അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെന്തിനു നാം ഭയക്കണം? ഡോക്ടേഴ്സ് അങ്ങനെ പലതും പറയും. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ എന്ന് വെച്ചാലേ കാണാത്ത കാഴ്ചകളാണ്. അവർ സ്കാനിങ്ങിലൂടെയൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും, ശരി, ഓക്കെ. പക്ഷേ എല്ലാം കാണുന്ന, എല്ലാം വളരെയധികം ക്ലിയറായി കാണുന്ന, സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ ശരിക്ക് കാണുന്ന ഒരാളുണ്ടല്ലോ, പടച്ച റബ്ബ്. അവനുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം? നൂർ ഫാത്തിമ, ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറ്റി കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് റിസ്ക് അല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇക്ക, എന്തിന്? ഞങ്ങളൊക്കെ സിസ്റ്റേഴ്സൊക്കെ എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് 9 മാസം നിറഞ്ഞ വയറോടുകൂടി ഓടിപ്പാഞ്ഞ് നടന്ന് വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഡെലിവറി എത്ര പെട്ടെന്നാണെന്നോ കഴിഞ്ഞു പോയത്. അതങ്ങനെയാണ്. നമ്മൾ കൂടുതൽ ശരീരം ഇങ്ങനെ റിലാക്സാക്കി അയഞ്ഞ് ചെയ്ത് കൊടുക്കണം. അത് ഏറ്റവും നല്ലതാണ്. അല്ലാതെ നമ്മളിങ്ങനെ റിസ്ക് എടുത്ത് അതിനൊന്നും ഒരു ആവശ്യമില്ല. ഇക്ക, നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്. നമുക്ക് അള്ളാഹു ഓരോ സമയത്ത് നൽകുന്ന ഓരോ അവസ്ഥകൾ, അതൊരിക്കലും നമ്മൾ അസുഖമാക്കി എടുക്കാൻ പാടില്ല. ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഫസ്റ്റ് മുതലേ തുടക്കം മുതലേ കഴിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുള്ള പോഷകത്തിനുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ മതി. ഇത് ആദ്യം മുതൽ തന്നെ അസുഖക്കാരികളെ പോലെ അങ്ങനെ അങ്ങോട്ട് ആക്കും. പിന്നെ പ്രസവം കഴിയോളം അസുഖക്കാരി തന്നെ, പ്രസവിച്ചാലും അങ്ങനെ തന്നെ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ശരി തന്നെയാണ്. പക്ഷേ കൂടുതലായി ഓവറായി കുഞ്ഞിനെന്തെങ്കിലും പറ്റും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പടച്ച റബ്ബുണ്ടാവുമ്പോൾ അവൻ സംരക്ഷിക്കുമല്ലോ. നൂർ ഫാത്തിമ, നിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ നിന്നെ. അള്ളാഹുവിലെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടല്ലേ നിനക്ക്? പിന്നെ നാഫിക്ക, നമുക്ക് അള്ളാഹുവിലല്ലാതെ പിന്നെ ആരിലാണ് വിശ്വസിക്കേണ്ടത്? അത് തന്നെയാണ് ഇതിൻ്റെ ശരിയാണ്. എല്ലാം നമുക്ക് അള്ളാഹുവിനോട് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി തരും. നൂർ ഫാത്തിമ, അതാ പോകാൻ സമയമായി തുടങ്ങിയിട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഞാൻ അവിടുന്ന് നേരിട്ട് അവരുടെ കൂടെ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ പിന്നെ ശീലമായില്ലേ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹോറി നൂർ ഫാത്തിമ കൂടെയുണ്ടല്ലോ. നാഫിക്ക,
ഇനി അറബിയമ്മ എന്നെ കണ്ടാൽ വിടുവോ കേട്ടോ, എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ഹേയ്, ഞാൻ പറഞ്ഞാൽ അവർ വിടും. അതിനെന്താ, നീ എന്താ എന്നെ തനിച്ചാക്കി അവിടെ നിൽക്കുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. അറബിയമ്മയെ കിട്ടിയാൽ പിന്നെ നിനക്ക് പിന്നെ വേറെ ആരെയും വേണ്ട, എന്നെ പോലും വേണ്ട. അങ്ങനെയായിരിക്കും നാഫിക. സത്യമായിട്ടും അറബിയമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. എന്താ അറിയില്ല, അറബിയമ്മയുടെ അടുത്തുനിന്ന് പോരാൻ തോന്നൂല. അതിനെന്താ, നിനക്ക് നിൽക്കാലോ, സമയമുണ്ടല്ലോ. പക്ഷേ ഞാൻ വരുമ്പോൾ തിരിച്ച് എൻ്റെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഉസ്താദെ, നമുക്ക് കുറച്ച് അറബിയമ്മയുടെ വീട്ടിൽ നിന്നാലോ? എന്താ നൂർമോളെ നീ പറയുന്നത്? ഉമ്മയും ഉപ്പയും ഇവിടെ തനിച്ചല്ലേ. ഉപ്പാക്കാണെങ്കിൽ ശരിക്കൊരു സുഖമായിട്ടുമില്ല ഈ ഒരവസ്ഥയിൽ. അല്ല നാഫിക, ഞാൻ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. സോറി കേട്ടോ, ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാ. ഹേയ്, അത് സാരമില്ല, അതിനെന്താ. എന്നാൽ റെഡിയല്ലേ, ബാഗെല്ലാം എടുത്തില്ലേ? ഒക്കെ സെറ്റല്ലേ ഉമ്മ? എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സാധാരണയായി ഉമ്മ എൻ്റെ കൂടെ വരാറുണ്ട്, പക്ഷേ ഉപ്പയ്ക്ക് ഈ ഒരു സ്ഥിതിയാണ് ടൈമിൽ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നൂർ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കരഞ്ഞു, നാഫി മോനെയും. ഹേയ് ഉമ്മ, നിങ്ങളിങ്ങനെ കരയല്ലേ. നമ്മുടെ ഉപ്പാക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നൂർ ഫാത്തിമയും ഉസ്താദും ഉമ്മയുടെ ഉപ്പയോടും സലാം പറഞ്ഞുകൊണ്ട് അതാ ഇറങ്ങുന്നു. ഉപ്പയുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ഡ്രൈവറുടെ ആവശ്യമില്ലായിരുന്നു. കാരണം എയർപോർട്ടിൽ വണ്ടിയിട്ടാലും ഉപ്പ തിരിച്ചു വരുമ്പോൾ ഓട്ടും. പക്ഷേ ഉപ്പാക്ക് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉസ്താദിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ ഉപ്പ തന്നെയായിരുന്നു. പക്ഷേ ഉപ്പാക്കിപ്പോൾ അപ്പോഴേക്കും അവരുടെ അയൽവാസി വന്നു. അതെ, അന്ന് ഉപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ അയൽവാസി. എന്നാൽ പോയാലോ നാഫിക? ആ നൂർത്ത, എന്നാൽ ശരി. അവരതാ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങുന്നു. നൂർ ഫാത്തിമ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി തൻ്റെ പ്രിയപ്പെട്ട സുൽഫത്തുമ്മയെ. അതെ, നനയുന്ന മിഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവരവിടെ നിൽക്കുന്നുണ്ട്. നൂർ ഫാത്തിമക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ താൻ അവിടെ നിന്നാൽ തന്നെ കൊത്തിക്കൊണ്ടു പോകാൻ ആ കഴുകൻ വരും എന്നുള്ള കാര്യം നൂർ ഫാത്തിമക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നുള്ള ആ ഒരു ആയത്ത് 7 പ്രാവശ്യം ഓതിക്കൊണ്ടാണ് അവൾ ഇറങ്ങിയത്. പടച്ച റബ്ബേ, ഇത് ഓതി ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണയായി നമുക്ക് 2 മലക്കുകളെ അള്ളാഹു ഇറക്കുമെന്നാണല്ലോ. അള്ളാഹുവെ, നിൻ്റെ മലക്കിൻ്റെ സംരക്ഷണം എനിക്ക് നീ നൽകണേ റഹ്മാനെ, എനിക്കും എൻ്റെ ഭർത്താവിനും അതുപോലെ ഉമ്മക്കും ഉപ്പക്കും. അല്ലാ, നീ അല്ലാതെ ആരുമില്ല അല്ലാ. അന്ന് നൂർ ഫാത്തിമയും ഉസ്താദും പോയി കഴിഞ്ഞതിന് ശേഷം അതാ മുർഷിദയും അവളുടെ ഉമ്മയും വരുന്നു. സുൽഫത്തെ, എങ്ങനെയുണ്ട്? ആ, കുറേയൊക്കെ മാറ്റമുണ്ട്. അല്ല, അവർ പോയോ? ഇന്ന് തന്നെയാണോ പോകണമെന്ന് പറഞ്ഞത്, അതോ നാളെയോ? അവർ പോയി. പഠിച്ചോനെ, പോയില്ലേ? ഞാൻ ഒരു സലാം പറയണം എന്നൊക്കെ വിചാരിച്ചു നിന്നതായിരുന്നു. അത് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. എന്താ സുൽഫത്തെ, ഇവിടെ ഓളില്ലായിട്ട് വല്ലാത്തൊരു ഇടങ്ങാറില്ലേ? എന്താ അറിയില്ല, ആ കുട്ടി ഇവിടെ ഉള്ളപ്പോൾ ഒരു ഐശ്വര്യമാണ്, ഒരു പ്രകാശം പോലെയൊക്കെ. എന്തോ ഒരു മന്ദപ്പ്, ഒരു മൂകത അങ്ങോട്ട് കയറി വന്നപ്പോൾ. ശരിയല്ലോ ഉമ്മ? മുർഷിദയും പറഞ്ഞു. ഇവിടെ നൂർ ഫാത്തിമ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. എന്താ അറിയില്ല, ഇവിടെ എത്തിയ സമയം പോകുന്നൊന്നും അറിയില്ല. പക്ഷേ ഇന്നെന്താ അറിയില്ല, ആകെപ്പാടൊരു മൂകത. അതെ, നമ്മൾ അള്ളാഹു നമുക്ക് ഓരോരുത്തരോട് ഇറക്കി തരുമല്ലോ. ആ ഇറക്കി തരുന്നവർക്കൊരു ബർക്കത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നന്മ ചെയ്യുന്നവരാണെങ്കിൽ ആ വീടിന് തന്നെ അത് വല്ലാത്തൊരു ബർക്കത്തായിരിക്കും. എന്താ അറിയില്ല, നൂർ ഫാത്തിമ ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനമാണ്. അത് തന്നെയാണ് ഉപ്പയും പറഞ്ഞതേ. അവളില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. അങ്ങനെയൊക്കെ ഉസ്താദും നൂർ ഫാത്തിമയും അതാ എയർപോർട്ടിലെത്തി. ഡ്രൈവർ തിരിച്ചു പോന്നു. അപ്പോഴേക്കും ഉസ്താദിൻ്റെ ഉംറ ടീം എല്ലാം വന്നിരുന്നു. ഉസ്താദിൻ്റെ കൂടെ ആ കറുത്ത ഹിജാബ് ധരിച്ച സുന്ദരിയായൊരു പെണ്ണ് അത് നിൽക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ ഉസ്താദിൻ്റെ അടുക്കലെത്തി. ഉസ്താദെ, ഇത് വൈഫാണല്ലേ? വൈഫിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അത്രക്കും തിരക്കായിരുന്നു അവിടെ. അതിൽ മറ്റേ അമീർ പറഞ്ഞു, അല്ല എന്തപ്പോൾ കഥ? നമ്മൾ ഉംറക്കല്ലേ പോകുന്നത്? ഒരു പെണ്ണിനെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി അവളുടെ മുഖം നോക്കാൻ പാടുണ്ടോ? എന്താ നിങ്ങൾ ഒന്ന് ലൈനായി നിന്ന്, ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കാൻ പാടില്ല കേട്ടോ.
എല്ലാവരുടെയും പാസ്പോർട്ടും ഒക്കെ ഓക്കെ അല്ലേ, ടിക്കറ്റൊക്കെ? പിന്നെ ലഗേജൊക്കെ അവനാൻ തന്നെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നാൽ പലർക്കും നൂർ ഫാത്തിമയെ ഒരിക്കൽ കൂടി കാണണം, ആ മുഖമൊന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ നിർദ്ദേശം എവിടെ വെച്ചും പുറത്തിറങ്ങുമ്പോൾ നിഖാബ് എൻ്റെ നൂർ ഫാത്തിമ ഒഴിവാക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും അവൾ അത് പതിവാക്കിയിരുന്നു. ഒരു അന്യപുരുഷൻ്റെ മുമ്പിലും തൻ്റെ മുഖം കാണിച്ചിട്ടുമില്ല. ഉംറയ്ക്ക് വന്ന പലരും ചോദിച്ചു, ആ ഹിജാബ് ഒന്ന് പൊക്കുമോ? നൂർ ഫാത്തിമ തൻ്റെ കണ്ണുകൾ കൊണ്ട് മെല്ലെ ഒന്ന് ഇറുക്കി കാണിച്ചു പറ്റില്ല എന്നുള്ളത്. അവളുടെ മനോഹരമായ മുഖം കാണാൻ പലർക്കും ആശയുണ്ട്, പക്ഷേ ചോദിക്കാൻ ഒരു പേടി. അതുപോലെ നൂർ ഫാത്തിമയോട് സംസാരിക്കാനും എല്ലാവർക്കും താല്പര്യം, ആഗ്രഹം. പലരും പറഞ്ഞു, ഞാൻ അവളുടെ കൂടെ ഇരുന്നോളാട്ടോ. അപ്പം അതിലൊരുത്തി പറഞ്ഞു, അല്ല അതെ, നൂർ ഫാത്തിമയ്ക്ക് നല്ലൊരു പുതിയാപ്പിളുണ്ട് കേട്ടോ, അമീർ ഉസ്താദ്. ആ അമീർ ഉസ്താദ് നൂർ ഫാത്തിമയുടെ ഭർത്താവാണ്. അതിനുള്ള സ്ഥാനം അമീർ ഉസ്താദ് എപ്പോഴോ കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹവും അവളും ഒരൊറ്റ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ കട്ടുറുമ്പാവാൻ ആരും പോവണ്ട കേട്ടോ. ഉസ്താദിൻ്റെ ഭാര്യ നൂർ ഫാത്തിമ ഈ പ്രാവശ്യത്തെ ഉംറയ്ക്കുണ്ടാവും എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. അതിൽ ചിലരൊക്കെ പറഞ്ഞു, യാത്രയേക്കാൻ വന്ന പലരും പറഞ്ഞു, നാഫി ഉസ്താദേ, നിങ്ങളെ ഭാര്യയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും റെഡി ആയിരുന്നു കേട്ടോ, പക്ഷേ തോന്നിയില്ല, എന്താ ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പോവാലോ, ഇനിയും ഉണ്ടല്ലോ സമയം. അല്ല നാഫി ഉസ്താദേ, പെണ്ണുങ്ങൾക്കുള്ള അമീറയായിട്ടാണോ നൂർ ഫാത്തിമയെ കൊണ്ടുപോകുന്നത്? അത് കേട്ട് ഉസ്താദ് ഒന്ന് ചിരിച്ചു. ഹേയ്, അങ്ങനെയല്ല. അവളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പിന്നാലെ ഒന്ന് ഓടിച്ചാടി നടക്കാനൊന്നും അവൾക്ക് കഴിയില്ല. ഞാനവളെ എൻ്റെ കൂടെ കൂട്ടി എന്ന് മാത്രം. ഒരു ഉംറയോ ചെയ്യാലോ. നൂർ ഫാത്തിമയുടെ മുഖമൊന്ന് കാണാൻ പലരും കൊതിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരുടെ റൂമിൻ്റെ അടുത്ത് ഒന്ന് റൂം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു എന്നൊക്കെ തോന്നി. പിന്നെ മക്കയിലെത്തല്ലേ, കഅബയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അതെന്തായാലും കാണാലോ എന്നും വിചാരിച്ചു. ഒരിക്കൽ കൂടി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം അവിടെ നടത്തി. അതെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ലക്ഷ്യം, നെയ്യത്ത് റെഡി ആവണം കേട്ടോ. നമ്മുടെ ഉംറ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യത്ത് എന്താണ്, അത് റെഡിയായി കഴിഞ്ഞാലാണ് നമ്മളുടെ സ്വീകരിക്കുക. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ വേറൊരാളെ കാണണമെന്നോ അങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഉംറ സ്വീകരിക്കുകയില്ല. നമ്മുടെ നെയ്യത്ത് ശരിയാവണം. അള്ളാഹുവിന് വേണ്ടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എയർപോർട്ടിലൊരു സ്ത്രീ വന്നപ്പോൾ അവരെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് ടൈമുണ്ടല്ലോ, ഒക്കെ കാണാം, എല്ലാവരോടും സംസാരിക്കാം, കാണാം. പക്ഷേ ഇപ്പോഴൊന്നും അതിൻ്റെ ഒരു ടൈമല്ല. നമ്മൾ ഉംറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ, എങ്കിലാണ് കാര്യമുള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് മദീനത്തേക്ക് എത്തുമ്പോൾ ഫ്രീ ആവുമല്ലോ. അപ്പോൾ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൂമിൽ നിന്നൊക്കെ സംസാരിക്കാം, കാണാം, എല്ലാം ചെയ്യാം. അതുവരേക്കും എല്ലാവരും നല്ല ആളുകളായിട്ട്, നല്ല കുട്ടികളായിട്ട് നെയ്യത്ത് മറക്കരുതേ. ഞാൻ അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യുവാൻ വേണ്ടി പോവാണ് എന്നുള്ള ഒരു നെയ്യത്ത് അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിൽ നിന്ന് പതറാൻ പാടില്ല. ഒരിക്കലും നമ്മളെ ഇബ്ലീസ് പഴപ്പിക്കാനൊക്കെ നോക്കും, പക്ഷെ അതിലൊന്നും തകരരുത്, പതറരുത്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ പറഞ്ഞതുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, ഞാൻ പറഞ്ഞു തന്നതല്ലേ സൂറത്ത് തൗബയിലെ, അതെ അത് അങ്ങനെ ചൊല്ലിക്കോളൂ. പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടാണെങ്കിൽ അതുപോലെ ഇങ്ങനെ ചെയ്യാം. കയ്യിൽ തസ്ബീഹ്മാല ഉള്ളവർ അതുപോലെ, ഇല്ലെങ്കിൽ വിരൽ കൊണ്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് എണ്ണം പിടിച്ച് അതിങ്ങനെ എത്രയും ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയൊക്കെ നല്ല എളുപ്പമാവും, കൂളായിട്ട്, നല്ല യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ. അതിൻ്റെ അർത്ഥം തന്നെ അറിയാലോ, ലഖദ് ജാഅക്കും റസൂലിൻ്റെ നിങ്ങൾക്ക് വേണ്ടി 2 ദൂതന്മാരെ ഞാൻ ഇറക്കുകയാണ്. അപ്പോൾ നമ്മളെ കാര്യത്തിനൊക്കെ 2 മലക്കുകൾ നമുക്കുണ്ട്. അതാണ് അതിൻ്റെ പവർ. ഒരിക്കൽ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറി, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും പറയില്ല കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം
ഫ്ലൈറ്റ് കുറേ അങ്ങ് പറന്നുയർന്ന് പൊങ്ങി പോകുന്നതിനിടയിൽ എന്തൊക്കെയോ ഒരു ശബ്ദം. ഫ്ലൈറ്റ് ആകെ ആടി ഉലയുകയാണ്. ഈ ഒരു ഫ്ലൈറ്റിലുള്ള എല്ലാവരും പേടിച്ച് വിറച്ച് കരഞ്ഞ്, കാരണം ജീവനപ്പേടി ഉണ്ടാവുമല്ലോ ആർക്കും, കാരണം വായുവിലാണല്ലോ പോകുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായി, കാരണം അത്ര ഹൈറ്റിലാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത്. എല്ലാവരും പേടിച്ച് കയറിയാണ്. പഠിച്ചോനെ എന്താ അത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഒരുപാട് പേര് ചെല്ലുന്നുണ്ട്, ഒക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ ഫ്ലൈറ്റിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഈ ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും കരഞ്ഞ് നിലവിളിച്ചു. പക്ഷേ ഞാൻ മാത്രം കരഞ്ഞതുമില്ല, നിലവിളിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. കാരണം എന്താ, ഫ്ലൈറ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും ആവില്ല. കാരണം ആ ഉസ്താദ് ചൊല്ലാനുള്ളത് ചൊല്ലിയിട്ടാണ് കയറിയത്. അപ്പം അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുമെന്ന് ഉറപ്പല്ലേ, 2 മലക്കുകളുടെ കാവലില്ലേ, പിന്നെ എങ്ങനെ എന്ത് സംഭവിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റ് പഴയ സ്ഥിതിയിലായി നല്ല രീതിയിൽ ലാൻഡ് ചെയ്യാണ് ഉണ്ടായത്. അത് നമുക്ക് കൂടി ഒരു ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ച് നല്ല രീതിയിൽ ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. നൂർ ഫാത്തിമ, നിനക്ക് കൂടി ബാധകമാണ് കേട്ടോ. അത് നീയും ഇവരുടെ കൂട്ടത്തിൽ ഉംറ ചെയ്യാൻ വന്ന ഒരു പെണ്ണാണ്. ഇപ്പോൾ നമ്മൾ 2 പേരും ഇനി മുതൽ അങ്ങോട്ട് അവിടെ ഹറമിലൊന്നും ഭാര്യ ഭർത്താക്കന്മാർ ആണ് എങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉംറയൊക്കെ സ്വീകരിക്കട്ടെ. അങ്ങനെ അതാ നൂർ ഫാത്തിമയും ഉസ്താദിൻ്റെ കൂടെ ഉംറയ്ക്ക് പോകുന്ന എല്ലാവരും അതാ എയർപോർട്ടിനകത്തേക്ക് കിടക്കുന്നു. ഇനി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദും നൂർ ഫാത്തിമയും അങ്ങകലെ സൗദി അറേബ്യയിലേക്ക് പറക്കും ഒരുമിച്ച്.